PCOD സ്ഥിരം പറയുന്ന ഒരു സങ്കടമാണ്, എത്ര ഡയറ്റ് എടുത്തിട്ടും എത്ര വർക്കൗട്ട് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല ഡോക്ടറെ എന്നുള്ളത്. ഇങ്ങനെ വെയിറ്റ് കുറയാത്തതിന്റെ കുറച്ച് കാരണങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളും നമുക്കൊന്ന് നോക്കാം. കേട്ട് മടുത്ത് തഴമ്പിച്ച ആ കാര്യം തന്നെ, ഇൻസുലിൻ റെസിസ്റ്റൻസ്. 2 കൂടിയ അളവിൽ മെയിൽ ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാവുന്നത്. 3 കലോറി പെട്ടെന്ന് ബേൺ ചെയ്ത് പോവാത്തത്, മെറ്റാബോളിക് റേറ്റ് കുറയുന്നത്. 4 വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് ക്രേവിംഗ് ഉണ്ടാവുന്ന ഒരവസ്ഥ. 5 ശരിയല്ലാത്ത രീതിയിലുള്ള ഡയറ്റിലുള്ള ക്രമീകരണം, അതായത് ഒരു തെറ്റായ ഭക്ഷണ രീതി. 6 വ്യായാമത്തിന്റെ കുറവ്. 7 മാനസിക സമ്മർദ്ദം. 8 ഉറക്കമില്ലായ്മ. ഇതൊക്കെ നമുക്ക് അറിയാമെന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിച്ചത്? അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. പോഷക സമൃദ്ധമായതും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാം. അതായത് പഴങ്ങള്, പച്ചക്കറികള്, ധാന്യങ്ങള്, പ്രോട്ടീൻ അധികമായിട്ടുള്ള ഭക്ഷണങ്ങള്, പിന്നെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്, ഇവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ബാലൻസ്ഡ് ഫുഡ് നമ്മൾ ഫോളോ ചെയ്യുക. പാക്ക്ഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ഭയങ്കര മധുരം ഉള്ള ഫുഡ്, ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. അടുത്തത് എയറോബിക് എക്സസൈസുകൾ, നടത്തം, നീന്തൽ പോലുള്ള എക്സസൈസുകൾ ചെയ്യുക. പിന്നെ ഒറ്റയടിക്ക് നമ്മൾ ഹെവി വർക്കൗട്ടുകൾ ചെയ്യരുത്. ക്രമേണ നമ്മൾ എക്സസൈസിന്റെ ഇന്റൻസിറ്റി കൂട്ടി വരിക. ഇന്റൻസ് ആയിട്ടുള്ള ഭയങ്കര ഹെവി എക്സസൈസുകൾ ചെയ്യുന്നത് PCODക്കാരിൽ നല്ലതല്ല എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെക്കുക. അടുത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. കാർബ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സ്ട്രെസ് ഈ വണ്ണം കുറയാതിരിക്കാനുള്ള ഒരു വലിയ കാരണമാണ്. അതുകൊണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അവസാനമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, സാധാരണ വണ്ണമുള്ള ഒരാൾ വെയിറ്റ് കുറയുന്നത് പോലെ PCOD ഉള്ള ആളുകളിൽ പെട്ടെന്ന് വെയിറ്റ് കുറക്കാൻ കഴിയില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ആണെങ്കിലും ഭക്ഷണ രീതി ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും നല്ല രീതിയിലുള്ള ജീവിത ക്രമീകരണങ്ങളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.